വെൽക്കം ടു ഗോകുലൻസ് അക്കാദമി. നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ക്ലാസ് 6 സോഷ്യൽ സയൻസ് ടെക്സ്റ്റ് ബുക്കിലെ 7th ചാപ്റ്റർ ആണ്. മധ്യകാല ഇന്ത്യ കലയും സാഹിത്യവും എന്നതാണ് ഈ പാഠഭാഗത്തിന്റെ പേര് വരുന്നത്. അപ്പോൾ കഴിഞ്ഞ കുറച്ച് വീഡിയോസിലായിട്ട് നമ്മൾ ലാസ്റ്റ് 6 ചാപ്റ്റേഴ്സും ഓൾറെഡി കംപ്ലീറ്റഡ് ആണ്. ഈ ഒരു ചാപ്റ്ററിൽ മെയിൻ ആയിട്ട് വരുന്നത് മധ്യകാലഘട്ടത്തിൽ ഇന്ത്യയിൽ നിലനിന്നിരുന്ന കലയെക്കുറിച്ചും സാഹിത്യത്തെക്കുറിച്ചും അതുകൂടാതെ തന്നെ അതേ കാലഘട്ടത്തിൽ നിലനിന്നിരുന്ന നിർമ്മിതികളെ കുറിച്ചിട്ടൊക്കെയാണ്. ഈ ഒരു പാഠഭാഗം തുടങ്ങുന്നത് തന്നെ കൊണാർക്കിലെ സൂര്യക്ഷേത്രത്തിന്റെ വിവരണം കൊടുത്തുകൊണ്ടാണ്. AD 1246 ചന്ദ്രഭാഗ നദീമുഖത്ത് വിശ്വവിഖ്യാതമായ സൂര്യക്ഷേത്രത്തിന് അടിത്തറയിട്ടു. അപ്പോ ഈ ഒരു നിർമ്മിതിക്ക് വേണ്ടി പലതരത്തിലുള്ള ശിലകളും ഇന്ത്യയിലെ പല നാട്ടുരാജ്യങ്ങളിൽ നിന്നായി കൊണ്ടുവന്നു. ഇത് പ്രശസ്ത ഒഡിയ സാഹിത്യകാരി പ്രതിഭ റായ് അവരുടെ ശിലാപദ്മം എന്ന നോവലിൽ ആണ് ഈ ഒരു വിവരണം കൊടുത്തിട്ടുള്ളത്. കൊണാർക്കിലെ സൂര്യക്ഷേത്രത്തിന്റെ നിർമ്മാണത്തെ കുറിച്ച് കൊടുത്ത വിവരണമാണ് അത്. അത് ഏത് നദീതീരത്താണ്? ചന്ദ്രഭാഗ നദീതീരത്താണെന്നത് മാത്രമാണ് ഈ ഒരു പോയിന്റ് മാത്രമാണ് നമുക്ക് ഇതിൽ ശ്രദ്ധിക്കേണ്ടതായിട്ടുള്ള ഒരു പോയിന്റ് വരുന്നത്. അപ്പൊ നമ്മൾ ഓൾറെഡി പറഞ്ഞു, ക്ഷേത്രത്തിന്റെ നിർമ്മാണത്തിന് ആവശ്യമായ പല നിറത്തിലുള്ള ശിലകൾ ഇന്ത്യയുടെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് കൊണ്ടുവന്നു എന്ന് പറഞ്ഞു. ഈ കൊണാർക്കിലെ സൂര്യക്ഷേത്രത്തിന് പുറമെ ധാരാളം നിർമ്മിതികൾ മധ്യകാല ഇന്ത്യയിൽ ഉണ്ടായിരുന്നു. ഏതൊക്കെയാണെന്നാണ് നമ്മൾ നോക്കുന്നത്. തെക്കേ ഇന്ത്യയിലെ കാഞ്ചീപുരം ആസ്ഥാനമാക്കി ഭരണം നടത്തിയ രാജാക്കന്മാരായിരുന്നു പല്ലവന്മാർ എന്ന് പറയുന്നത്. അപ്പൊ പല്ലവന്മാർ ആരായിരുന്നു? തെക്കേ ഇന്ത്യയിൽ കാഞ്ചീപുരം ആസ്ഥാനമാക്കി ഭരണം നടത്തിയ രാജാക്കന്മാരായിരുന്നു. അവരുടെ പ്രധാന തുറമുഖ നഗരമായിരുന്നു മഹാബലിപുരം എന്ന് പറയുന്നത്. അതിലെ പല്ലവ രാജാവായ നരസിംഹവർമ്മന്റെ കാലത്ത് അവിടെ നിർമ്മിച്ച ക്ഷേത്രങ്ങൾ പഞ്ചരഥങ്ങൾ എന്നറിയപ്പെടുന്നു. എന്താണ് അറിയപ്പെടുന്നത്? പഞ്ചരഥങ്ങൾ. ആരുടെ കാലഘട്ടത്തിലാണ്? പല്ലവ രാജാവായ നരസിംഹവർമ്മന്റെ കാലഘട്ടത്തിലാണ്. ഈ പല്ലവന്മാർ അഥവാ ഈ പറയുന്ന രാജാക്കന്മാരുടെ പ്രധാന തുറമുഖ നഗരം ഏതായിരുന്നു? മഹാബലിപുരം. അപ്പൊ ഈ ഹൈലൈറ്റ് ചെയ്തത് മാത്രമാണ് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള പോയിന്റ്സ് കേട്ടോ. അപ്പൊ അത് മാത്രം ജസ്റ്റ് ഒന്നും കൂടെ റീഡ് ചെയ്താലും മതി. ഓക്കെ, തെക്കേ ഇന്ത്യയിലെ കാഞ്ചീപുരം ആസ്ഥാനമാക്കി ഭരണം നടത്തിയ രാജാക്കന്മാരായിരുന്നു പല്ലവന്മാരെ. അവരുടെ പ്രധാന തുറമുഖ നഗരമായിരുന്നു മഹാബലിപുരം എന്ന് പറയുന്നത്. അതിലെ നരസിംഹവർമ്മന്റെ കാലഘട്ടത്താണ് പഞ്ചരഥങ്ങൾ എന്നറിയപ്പെടുന്ന ക്ഷേത്രങ്ങൾ നിർമ്മിച്ചത്. ഈ മഹാബലിപുരത്തെ പഞ്ചരഥങ്ങളാണ് ഇവിടെ ചിത്രത്തിൽ കൊടുത്തിട്ടുള്ളത്. അവയോരോന്നും ഒറ്റക്കല്ലിൽ കൊത്തിയെടുത്തവയാണ്. അതിന്റെ പ്രത്യേകത എന്തായിരുന്നു? അതെല്ലാം ഒറ്റക്കല്ലിൽ കൊത്തിയെടുത്തവയായിരുന്നു. ഇന്ത്യയുടെ പല ഭാഗത്തും ഈ രീതിയിൽ തന്നെ ഒറ്റക്കല്ലിലെ ക്ഷേത്രങ്ങൾ നിർമ്മിച്ചിട്ടുണ്ട്. മഹാരാഷ്ട്രയിലെ എല്ലോറ ഗുഹക്ഷേത്രം ഇതിലെ ഒരു എക്സാമ്പിൾ ആണ്. അതായത് ഒരു ഒറ്റക്കല്ലിൽ നിന്ന് കൊത്തിയെടുത്ത് വരുന്ന ക്ഷേത്രത്തിന്റെ എക്സാമ്പിൾ ആണ് മഹാരാഷ്ട്രയിലെ എല്ലോറ ഗുഹക്ഷേത്രം എന്ന് പറയുന്നത്. 6ാം നൂറ്റാണ്ട് മുതൽ 12ാം നൂറ്റാണ്ട് വരെയുള്ള കാലത്താണ് ഈ ഒരു ക്ഷേത്രങ്ങളൊക്കെ നിർമ്മിച്ചത്. ബൗദ്ധര്, ജൈനര്, വൈഷ്ണവര്, ശൈവർ എന്നിവരുടെ ക്ഷേത്രങ്ങൾ നമുക്ക് എല്ലോറയിൽ കാണാവുന്നതാണ്. ഓക്കെ ആണല്ലോ. അപ്പൊ ആരുടെ ക്ഷേത്രങ്ങളൊക്കെയാണ് കാണുന്നത്? ബൗദ്ധർ, ജൈനർ, വൈഷ്ണവർ, ശൈവർ എന്നിവരുടെ ക്ഷേത്രങ്ങളൊക്കെ നമുക്ക് മഹാരാഷ്ട്രയിലെ എല്ലോറ ഗുഹാക്ഷേത്രങ്ങളിൽ ഇവരുടെയൊക്കെ ക്ഷേത്രങ്ങൾ കാണാൻ സാധിക്കും എന്നാണ് പറയുന്നത്. അപ്പൊ അതിന്റെ ചിത്രമാണ് താഴെ കൊടുത്തിട്ടുള്ളത്. പിൽക്കാലത്ത് ചെത്തിമിനുക്കിയ പാറകൾ ഉപയോഗിച്ച് ഉയരമേറിയ ക്ഷേത്രങ്ങൾ നിർമ്മിക്കുന്ന രീതി നിലവിൽ വന്നു. അപ്പോൾ ഇതിന്റെ ഓരോരോ പുരോഗമന ഘട്ടങ്ങളെ കുറിച്ചാണ് നമ്മൾ പറയുന്നത്. ആദ്യം നമ്മൾ പറയുന്നത് ഒറ്റക്കല്ലിൽ നിന്നുള്ളതായിരുന്നു. അതിന് എക്സാമ്പിൾ ആയിട്ട് നമ്മൾ രണ്ട് കാര്യങ്ങൾ പറഞ്ഞു കഴിഞ്ഞു. പിന്നീട് ചെത്തിമിനുക്കിയ പാറകൾ ഉപയോഗിച്ച് ഉയരമേറിയ ക്ഷേത്രങ്ങൾ നിർമ്മിക്കുന്ന രീതി വരികയാണ്. ഇതിൽ ഭൂരിഭാഗം വരുന്നത് ബഹുനില ക്ഷേത്രങ്ങളായിരുന്നു. അതിന്റെ എക്സാമ്പിൾ ഏതാണ് വരുന്നത്? ആസാമിലെ കാമാക്ഷി ക്ഷേത്രവും ചോളരാജാവായ രാജരാജൻ തഞ്ചാവൂരിൽ നിർമ്മിച്ച ബൃഹദേശ്വര ക്ഷേത്രവും. ഏതാണ് രണ്ട് എക്സാമ്പിൾ ഇതിന് പറഞ്ഞത്? ആസാമിലെ കാമാഖ്യ ക്ഷേത്രം, അതാണ് ഇവിടെ ചിത്രത്തിൽ കൊടുത്തിട്ടുണ്ട്. അതുകൂടാതെ തന്നെ തഞ്ചാവൂരിലുള്ള ബൃഹദീശ്വര ക്ഷേത്രം. ഓക്കെ, അപ്പൊ അതും കഴിഞ്ഞ് അടുത്ത ഘട്ടത്തിൽ എങ്ങനെയാണ്? പിന്നീട് ക്ഷേത്രഭിത്തികൾ ശില്പങ്ങൾ കൊണ്ട് അലങ്കരിക്കുന്ന സമ്പ്രദായം വ്യാപകമായി. രാമായണം, മഹാഭാരതം, ഭാഗവതം എന്നിവയിലെ കഥാസന്ദർഭങ്ങളുടെ ദൃശ്യങ്ങള് ക്ഷേത്ര ചുമരുകളിൽ കൊത്തിവെച്ചു. ഇവയ്ക്ക് പുറമെ യുദ്ധരംഗങ്ങളുടെയും നൃത്ത സംഗീത രംഗങ്ങളുടെയും ശില്പങ്ങളും ക്ഷേത്രഭിത്തികളിൽ സ്ഥാനം പിടിച്ചു. അപ്പൊ ആദ്യം നമ്മൾ പറഞ്ഞ കാര്യം അത് എല്ലോറ ഗുഹാക്ഷേത്രങ്ങൾ പോലെയുള്ളതായിരുന്നു. ഒറ്റക്കല്ലിലെ, അതായത് മഹാബലിപുരത്തിനുള്ളതുപോലെ അല്ലെങ്കിൽ എല്ലോറ ഗുഹാക്ഷേത്രം പോലെ എന്ന് പറഞ്ഞു. രണ്ടാമത്തതിൽ നമ്മൾ എന്ത് പറഞ്ഞു? ഇത് ചെത്തി മിനുക്കിയിട്ട് വരുന്നത് പറഞ്ഞു. അപ്പൊ ആസാമിലെയും തഞ്ചാവൂരിലെയും ക്ഷേത്രങ്ങൾ എക്സാമ്പിൾ പറഞ്ഞു. പിന്നീട് നമ്മൾ എന്താണ് പറയുന്നത്? ഈ ക്ഷേത്ര ഭിത്തികളിലെ ശില്പങ്ങൾ കൊണ്ട് അലങ്കരിക്കുകയാണ്. അതുപോലെ തന്നെ എന്താണ്? ക്ഷേത്ര ചുമരുകളിൽ കൊത്തിവെക്കുന്നുണ്ട്. അതുപോലെ ഈ യുദ്ധരംഗങ്ങളും നൃത്ത സംഗീത രംഗങ്ങളൊക്കെ ശില്പങ്ങളും ക്ഷേത്രഭിത്തികളിൽ സ്ഥാനം പിടിക്കുന്നതായിരുന്നു അടുത്തൊരു കാലഘട്ടം എന്ന് പറയുന്നത്. അതൊക്കെയാണ് ഇവിടെ ചിത്രത്തിൽ കൊടുത്തിട്ടുള്ളത്. ഇതാ സംഗീത രംഗം, യുദ്ധരംഗം, നൃത്തരംഗം ഒക്കെ ക്ഷേത്രങ്ങളുടെ ഭിത്തികളിൽ കൊടുത്തിട്ടുള്ളത് കാണാം. ഇവിടെ മധ്യപ്രദേശിലെ ഖജുരാഹ ക്ഷേത്രം കാണാം. ക്ഷേത്രഭിത്തികളിൽ ശില്പങ്ങൾ കൊണ്ട് അലങ്കരിക്കുന്ന രീതിക്ക് ഉദാഹരണമാണ് എന്ത്? മധ്യപ്രദേശിലെ ഖജുരാഹോ ക്ഷേത്രം. ഈ ക്ഷേത്രത്തിൽ നിന്ന് തന്നെ കാണുമ്പോൾ, ഈ ഒരു ചിത്രത്തിൽ നിന്ന് തന്നെ നമുക്കത് വ്യക്തമാവുന്നുണ്ട് അല്ലെ? ഓക്കെ. ഇനി
സൽത്തനത്ത് ഭരണകാലം. അതായത് സൽത്തനത്ത് ഭരണകാലത്തെ കുറിച്ച് നമ്മൾ മുൻ ചാപ്റ്ററിൽ ഓൾറെഡി ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. സൽത്തനത്ത് ഭരണകാലത്ത് ഇന്ത്യയിൽ ഒരു പുതിയ വാസ്തുവിദ്യാ ശൈലി രൂപപ്പെട്ടു. അപ്പോൾ ഏത് കാലഘട്ടത്തിലാണ്? സൽത്തനത്ത് ഭരണകാലത്താണ്. എന്തായിരുന്നു ആ വാസ്തുവിദ്യാ ശൈലി? ഇൻഡോ ഇസ്ലാമിക് വാസ്തുവിദ്യാ ശൈലിയാണ്. എന്താണ് വരുന്നത്? ഇൻഡോ ഇസ്ലാമിക് വാസ്തുവിദ്യാ ശൈലിയാണ്. ഏത് കാലഘട്ടത്തിലാണ്? സൽത്തനത്ത് കാലഘട്ടത്തിലാണ്. വാസ്തുവിദ്യാ രംഗത്ത് വിദഗ്ധരായ തുർക്കി, പേർഷ്യ എന്നീ രാജ്യങ്ങളിൽ നിന്ന് വിദഗ്ധരായവരെ തുർക്കി, പേർഷ്യ എന്നീ രാജ്യങ്ങളിൽ നിന്ന് ഇന്ത്യയിലേക്ക് കൊണ്ടുവരികയാണ്. അവരോടൊപ്പം തന്നെ തദ്ദേശീയരായ ശില്പികളും തൊഴിലാളികളും കൽപ്പണിക്കാര് തുടങ്ങിയവരും നിർമ്മാണ പ്രവർത്തനത്തിൽ പങ്കാളികളായി. അങ്ങനെ രണ്ടു കൂട്ടരുടെയും ശൈലികൾ സമന്വയിച്ചാണ് ഇൻഡോ ഇസ്ലാമിക് വാസ്തുവിദ്യാ ശൈലി രൂപപ്പെട്ടത്. ഇതിന്റെ ചില സവിശേഷതകളെ കുറിച്ചിട്ടാണ് പറയുന്നത്. കമാനങ്ങൾ എന്ന് പറഞ്ഞാൽ ഇവിടെ ചിത്രത്തിൽ കൊടുത്തിട്ടുള്ളതാണ് കമാനങ്ങൾ എന്ന് പറയുന്നത് കേട്ടോ. ഇത് താഴികക്കുടം, ഇതാണ് മിനാരങ്ങൾ എന്ന് പറയുന്നത്. ഇതിന്റെ എക്സാമ്പിൾ പറയുമ്പോൾ കുറച്ചും കൂടി ഇത് നമുക്ക് വ്യക്തമാവും. കമാനങ്ങളും താഴികക്കുടങ്ങളും മിനാരങ്ങളും ഈ ശൈലിയുടെ മുഖ്യ സവിശേഷതകളാണ്. കെട്ടിടങ്ങളിൽ അലങ്കാരത്തിന് വേണ്ടി പുഷ്പങ്ങളുടെയും സസ്യങ്ങളുടെയും രൂപങ്ങൾ കൊത്തിവെച്ചു. ഇതൊക്കെയാണ് ഇൻഡോ ഇസ്ലാമിക് ആയിട്ടുള്ള ഈ വാസ്തുവിദ്യാ ശൈലിയുടെ പ്രത്യേകതകൾ എന്ന് പറയുന്നത്. കൂടാതെ എന്താണ്? കെട്ടിടങ്ങളുടെ നിർമ്മാണത്തിന് കുമ്മായം, ചുവന്ന കല്ല്, മാർബിൾ എന്നിവ ഉപയോഗിച്ചു. നിർമ്മിതികളോട് ചേർന്ന് വിശാലമായ പൂന്തോട്ടങ്ങൾ ഉണ്ടാക്കി. ഈ ഒരു വാസ്തുവിദ്യാ ശൈലി, അതായത് ഇൻഡോ ഇസ്ലാമിക് വാസ്തുവിദ്യാ ശൈലി എവിടുന്നാണ് ആൾക്കാർ കൊണ്ടുവന്നത്? തുർക്കിന്നും പേർഷ്യന്നും. ഈ ഒരു വാസ്തുവിദ്യാ ശൈലിയുടെ ആദ്യ നിർമ്മിതി ഏതാണ്? കുത്തബ് മിനാറാണ്. സൽത്തനത്തിന്റെ സ്ഥാപകനായിരുന്ന കുത്ബുദ്ദീൻ ഐബക്ക് ഉണ്ടല്ലോ, നമ്മൾ കേട്ടിട്ടുണ്ട് അല്ലെ? നമ്മൾ മുന്നത്തെ ചാപ്റ്ററിൽ വായിച്ചിട്ടുണ്ട്. കുത്ബുദ്ദീൻ ഐബക്കാണ് കുത്തബ് മിനാറിന്റെ നിർമ്മാണം ആരംഭിച്ചത്. പക്ഷേ ഇതിന്റെ നിർമ്മാണം പൂർത്തിയാക്കുന്നത് ആരുടെ കാലഘട്ടത്തിലാണ്? ഇൽത്തുമിഷിന്റെ കാലഘട്ടത്തിലാണ് നിർമ്മാണം പൂർത്തിയാക്കുന്നത്. ഈ ഒരു കുത്തബ് മിനാറിന്റെ നിർമ്മാണം ആരംഭിക്കുന്നത് കുത്ബുദ്ദീൻ ഐബക്കിന്റെ കാലഘട്ടത്തിലാണ് ആരംഭിച്ചത് എന്നും പൂർത്തിയാക്കുന്നത് ഇൽത്തുമിഷിന്റെ കാലത്താണെന്നും മനസ്സിലാക്കാം. ഉയരമുള്ള ഗോപുരവും ഗോപുരത്തിൽ നിന്ന് തള്ളി നിൽക്കുന്ന ബാൽക്കണിയുമുള്ള ഇതിന്റെ സവിശേഷത. അതാണ് ഇതിന്റെ സവിശേഷതകൾ വരുന്നത്. മുഗൾ കാലഘട്ടമായി. അപ്പൊ സൽത്താനത്ത് കാലഘട്ടം കഴിഞ്ഞ് ഇനി മുഗൾ കാലഘട്ടത്തിൽ വരുന്ന വ്യത്യാസമാണ് പറയുന്നത്. ഈ മുഗൾ കാലഘട്ടത്തിലെ ഇൻഡോ ഇസ്ലാമിക് ശൈലി കുറച്ചും കൂടി പ്രചാരം നേടാണ്. മുഗൾ രാജാക്കന്മാരെ ഈ ശൈലിയിൽ നിരവധി കോട്ടകളും ആരാധനാലയങ്ങളും ശവകുടീരങ്ങളും നിർമ്മിച്ചു. ഡൽഹിയിൽ സ്ഥിതി ചെയ്യുന്ന ഹുമയൂണിന്റെ ശവകുടീരം ഈ ഒരു രീതിയിൽ നിർമ്മിച്ചിട്ടുള്ളതാണ്. മനോഹരമായ പൂന്തോട്ടമൊക്കെ ഇതിന്റെ അടുത്തുണ്ട്. അതുപോലെ തന്നെ ചുവന്ന മണൽക്കല്ലും വെണ്ണക്കല്ലും കൊണ്ടാണ് ഇത് നിർമ്മിച്ചിട്ടുള്ളത്. താജ്മഹലിന്റെ നിർമ്മാണത്തിന് ഈ ഒരു സ്മാരകത്തെയാണ് മാതൃകയാക്കിയിട്ടുള്ളത്. അപ്പൊ എന്തൊക്കെയാണ് നമ്മൾ പറഞ്ഞത്? ഇവിടെ ചിത്രത്തിലെ ഹുമയൂണിന്റെ ശവകുടീരം ഡൽഹിയിലുള്ളത് കാണിച്ചിട്ടുണ്ട്. താജ്മഹലും ഇതിന്റെ ഒരു മോഡലിൽ നിർമ്മിച്ചതാണെന്ന് പറയുന്നു. എല്ലാം എന്തിൽ വരുന്നതാണ്? ഇൻഡോ ഇസ്ലാമിക് ആയിട്ടുള്ള വാസ്തുവിദ്യാ ശൈലിയിൽ വരുന്നതാണ്. മുഗൾ ചക്രവർത്തിയായ ഷാജഹാൻ പത്നി മുംതാസ് മഹലിന്റെ ഓർമ്മയ്ക്കായി ആഗ്രയിൽ നിർമ്മിച്ച താജ്മഹൽ ഇൻഡോ ഇസ്ലാമിക് ശൈലിയുടെ ഏറ്റവും നല്ല ഉദാഹരണമാണ്. നമ്മൾ നേരത്തെ പറഞ്ഞ കമാനങ്ങളും അതുപോലെ തന്നെ ഈ പറയുന്ന എല്ലാ ശൈലികളും എന്തിലുണ്ട്? ഈ താജ്മഹലിൽ വ്യക്തമായി കാണുന്നുണ്ട്. ഇതിന്റെ നിർമ്മാണത്തിന് വെള്ള മാർബിളാണ് ഉപയോഗിച്ചിട്ടുള്ളത്. ഇത് ഹൈലൈറ്റ് ചെയ്യാത്തത് എല്ലാവർക്കും അറിയുന്ന വളരെ കോമൺ ആയ ഫാക്ട് ആയതുകൊണ്ടാണ് കേട്ടോ. ഡൽഹിയിലെ ചെങ്കോട്ടയാണ് ചിത്രത്തിൽ കാണുന്നത്. മുഗൾ ഭരണകാലത്തെ കോട്ടകളിൽ പ്രധാനപ്പെട്ടതാണിത്. പൂർണ്ണമായും ചുവന്ന മണൽക്കല്ലുകൾ കൊണ്ടാണ് ചെങ്കോട്ട നിർമ്മിച്ചിട്ടുള്ളത്. ഇൻഡോ ഇസ്ലാമിക് ശൈലിയിലുള്ള മറ്റൊരു നിർമ്മിതിയാണ് ഡൽഹിയിലെ ജുമാ മസ്ജിദ്. മാർബിളും ചുവന്ന കല്ലും വെച്ചിട്ട് നിർമ്മിച്ചിട്ടുള്ളതാണ്. ഇപ്പൊ ഇൻഡോ ഇസ്ലാമിക് ശൈലിയിൽ നിർമ്മിച്ചുള്ള ഓരോ കാര്യങ്ങളെ കുറിച്ചും നമ്മൾ പറഞ്ഞു. ഏതൊക്കെ പറഞ്ഞു? താജ്മഹൽ പറഞ്ഞു, കുത്തബ് മിനാർ പറഞ്ഞു. അതിൽ തന്നെ കുത്തബ് മിനാറിൽ തന്നെ നമ്മൾ പറഞ്ഞു കുത്ബുദ്ദീൻ ഐബക്കിന്റെ കാലഘട്ടത്തിൽ നിർമ്മാണം തുടങ്ങി ഇൽത്തുമിഷിന്റെ കാലഘട്ടത്തിലാണ് ഇത് അവസാനിപ്പിക്കുന്നത് അല്ലെങ്കിൽ പൂർത്തിയാവുന്നത് എന്ന് പറഞ്ഞു. ഇനി ബാഹ്മിനി സുൽത്താൻമാരുടെ കാലത്ത് നിർമ്മിച്ച ഗോൾ ഗുംബസ്, കുത്ബു ഷാഹി സുൽത്താൻമാരുടെ കാലത്ത് നിർമ്മിച്ച ചാർമിനാർ എന്നിവയും ഇൻഡോ ഇസ്ലാമിക് വിദ്യാ ശൈലിക്ക് ഉദാഹരണങ്ങളാണ്. എന്തൊക്കെയായിരുന്നു? ബാഹ്മിനി സുൽത്താൻമാരുടെ കാലത്ത് ഗോൾ ഗുംബസും കുത്തബ് ഷാഹി സുൽത്താൻമാരുടെ കാലത്ത് ചാർമിനാറും. ഇത് രണ്ടും ഈ പറയുന്ന ഇൻഡോ ഇസ്ലാമിക് ശൈലിക്ക് ഉദാഹരണങ്ങളാണ്. ഇവിടെ നമ്മൾ ഇത്രയും നേരം പറഞ്ഞിട്ടുണ്ടായിരുന്ന നിർമ്മിതികളും അവരുടെ പേരും പ്രത്യേകതകളും. ഇനി അത് സോർട്ട് ചെയ്തിട്ടൊന്ന് പറയാന്നുള്ളത് മാത്രമേ ഉള്ളൂ. അപ്പൊ നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്ത കാരണമാണ് നമ്മൾ ആ ടേബിൾ സ്കിപ്പ് ചെയ്യുന്നത് കേട്ടോ. ആക്ച്വലി നമുക്ക് ഈ ടേബിളിൽ ഇതെല്ലാം എഴുതിയിട്ട് ഒന്ന് കൺക്ലൂഡ് ചെയ്ത് പഠിച്ചാലും അങ്ങനെയായാലും ഈ ഒരു പോയിന്റ്സ് ഒന്ന് കിട്ടിയാൽ മതി. അക്കാലത്ത് ദക്ഷിണേന്ത്യയിൽ വിജയനഗര രാജാക്കന്മാർ നിർമ്മിച്ച പ്രധാന ക്ഷേത്രങ്ങളാണ് വിട്ടലസ്വാമി ക്ഷേത്രവും ഹസാര രാമക്ഷേത്രവും. ആരാണ്? വിജയനഗര രാജാക്കന്മാരാണ് നിർമ്മിച്ചിട്ടുള്ളത്. എന്താണ്? വിട്ടലസ്വാമി ക്ഷേത്രവും ഹസാര രാമക്ഷേത്രവും എന്ന് പറയുന്നത് കേട്ടോ. ഇതിന്റെ പ്രത്യേകത ഈ ചിത്രത്തിൽ നിന്ന് കാണാം. ഇവ പാറകൾ ചെത്ത് മിനുക്കി നിർമ്മിച്ച ബഹുനില ക്ഷേത്രങ്ങളാണ്. ക്ഷേത്രങ്ങളോട് ചേർന്ന് മണ്ഡപങ്ങൾ വരുന്നുണ്ട്, അലങ്കാരപ്പണികളുള്ള തൂണുകൾ വരുന്നുണ്ട്. ക്ഷേത്രങ്ങൾ കുറച്ചും കൂടി വിപുലപ്പെടുത്തുന്നുണ്ട്. ഇനി നമുക്ക് ഇമ്പോർട്ടന്റ് ആയ അടുത്തൊരു കാര്യം ഇതാണ്. 16-ാം നൂറ്റാണ്ടിലെ പോർച്ചുഗീസുകാര് ഒരു പുതിയ വാസ്തുവിദ്യാ ശൈലി ഇന്ത്യയിൽ പരിചയപ്പെടുത്താണ്.
ആരാണ് പരിചയപ്പെടുത്തുന്നത്? പോർച്ചുഗീസുകാരാണ് പരിചയപ്പെടുത്തുന്നത്. ഏതായിരുന്നു ഈ ശൈലി? ഗോതിക് ശൈലി എന്നാണ് ഇതിനറിയപ്പെടുന്നത്. ഇതെന്തായിരിക്കും ഇതിന്റെ സ്പെഷ്യാലിറ്റി? കൂർത്ത ഗോപുരങ്ങളും കമാനങ്ങളും ഇതിന്റെ മുഖ്യ സവിശേഷതകളാണ്. ഇവിടെ കൊച്ചിയിലെ സെന്റ് ഫ്രാൻസിസ് പള്ളി കാണിക്കുന്നുണ്ട്. ഇത് ഇതിന്റെ എക്സാമ്പിൾ വരുന്നതാണ്. ഇതിൽ കാണുന്നുണ്ടല്ലേ നമ്മൾ കൂർത്ത ഗോപുരങ്ങളും കമാനങ്ങളും വരുന്നതാണ് എന്തെന്ന് പറയുന്നത് ഈ പറയുന്ന ഗോതിക് ശൈലി അഥവാ പോർച്ചുഗീസുകാർ കൊണ്ടുവന്ന ഈ വാസ്തുവിദ്യാ ശൈലിയുടെ ഇതാണ് പറയുന്നത്. അതുകൂടാതെ തന്നെ ഗോവയിലെ ബോം ജീസസ് പള്ളിയും ഇതിന് ഉദാഹരണമാണ്. ഈ ഒരു വാസ്തുവിദ്യാ ശൈലിക്ക് ഉദാഹരണമാണ്. എന്താണ്? കൊച്ചിയിലെ സെന്റ് ഫ്രാൻസിസ് പള്ളിയിലും ഗോവയിലെ ബോം ജീസസ് പള്ളിയും ഇതിന് ഉദാഹരണങ്ങളായിട്ട് നമുക്ക് പറയാം. ഓക്കെ ആണല്ലോ. അപ്പൊ ഇൻഡോ ഇസ്ലാമിക് പറഞ്ഞു. അടുത്തത് നമ്മൾ എന്ത് പറഞ്ഞു? പോർച്ചുഗീസുകാർ കൊണ്ടുവന്ന അടുത്ത വാസ്തുവിദ്യാ ശൈലിനെ കുറിച്ചും പറഞ്ഞു. ഇനി നമ്മൾ സംഗീതവും ചിത്രകലയും എന്ന് പറയുന്ന ഒരു ടോപ്പിക്കിലേക്ക് കടക്കാണ്. ഇപ്പോ മധ്യകാലഘട്ടത്തിൽ ഇന്ത്യയിൽ നിലനിന്നിരുന്ന വാസ്തുവിദ്യാ ശൈലികളെ കുറിച്ച് നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. ഇനി എന്താണ് ആ കാലഘട്ടത്തിൽ ഉണ്ടായിരുന്ന സംഗീതം അല്ലെങ്കിൽ ചിത്രകല? ഓക്കെ ആണല്ലോ. ദക്ഷിണേന്ത്യയിൽ കർണാടക സംഗീതം കൂടുതൽ വികാസം പ്രാപിക്കുന്നുണ്ട്. കർണാടക സംഗീതത്തിൽ ശ്രദ്ധേയനായിരുന്നു ആര്? പുരന്ദരദാസൻ. കർണാടക സംഗീതത്തിലെ ശ്രദ്ധേയനായിരുന്നു പുരന്ദരദാസൻ എന്ന് പറയുന്നത്. സൽത്താനത്ത് മുഗൾ കാലഘട്ടത്തിലെ പേർഷ്യൻ സംഗീതത്തിന്റെ സ്വാധീന ഫലമായി പുതിയൊരു സംഗീത ശൈലി രൂപപ്പെടുന്നുണ്ട്. ഏത് കാലഘട്ടത്തിലാണ്? സൽത്താനത്ത് മുഗൾ കാലഘട്ടത്തിലാണ് പേർഷ്യൻ സംഗീതത്തിന്റെ സ്വാധീന ഫലമായിട്ടാണ് ഒരു സംഗീത രൂപം വരുന്നത്. ഏതാണത്? ഹിന്ദുസ്ഥാനി സംഗീതമാണ്. ഹിന്ദുസ്ഥാനി സംഗീതം പേർഷ്യൻ സംഗീതത്തിന്റെ ഒരു സ്വാധീന ഫലമായിട്ട് വരുന്ന പുതിയ സംഗീത ശൈലിയാണ്. അമീർ ഖുസ്രു, താൻസൻ തുടങ്ങിയവർ അക്കാലത്തെ ശ്രദ്ധേയരായ സംഗീതജ്ഞരാണ്. ഖവാലി എന്ന് പറയുന്ന സംഗീത രൂപം ഈ ഒരു കാലഘട്ടത്തിലാണ് രൂപപ്പെടുന്നത്. ഖവാലിയുടെ വളർച്ചയിൽ അമീർ ഖുസ്രു വലിയ പങ്ക് വഹിച്ചിരുന്നു. നിരവധി പുതിയ സംഗീതോപകരണങ്ങൾ ഇക്കാലഘട്ടത്തിൽ രൂപം കൊണ്ടു. തബല, സിത്താർ ഇതിനൊക്കെ ഉദാഹരണങ്ങളായിട്ട് നമുക്ക് പറയാനായിട്ട് സാധിക്കും. ഇവിടെ ഖവാലിനെ കുറിച്ചിട്ട് ഒരു ചെറിയ ബോക്സ് കൊടുത്തിട്ടുണ്ട്. സൂഫി വര്യന്മാര് താമസിച്ചിരുന്ന ഗാനകളിൽ രൂപപ്പെട്ട സംഗീത രൂപമാണ് ഖവാലി എന്ന് പറയുന്നത്. അപ്പോ ഖവാലി എന്ന് പറയുന്ന ഈ ഒരു സംഗീത രൂപത്തിന്റെ വളർച്ചയിൽ ഏറ്റവും കൂടുതൽ പ്രധാന പങ്ക് വഹിച്ചത് ആരായിരുന്നു? നമ്മുടെ അമീർ ഖുസ്രു എന്ന് പറയുന്ന ആളായിരുന്നു. ഉറുദു ഭാഷയിൽ രചിക്കപ്പെട്ട ഭക്തിഗീതങ്ങളുടെ ഉറുദു ഭാഷയിൽ രചിക്കപ്പെട്ട ഭക്തിഗീതങ്ങൾ വാദ്യമേളങ്ങളുടെ അകമ്പടിയോടെ ചടുലമായ താളക്രമത്തിൽ ആലപിക്കുന്നതാണ് ഇതിന്റെ പ്രത്യേകത എന്ന് പറയുന്നത്. ഇനി നമ്മളിപ്പോ സംഗീതത്തിനെ കുറിച്ച് പറഞ്ഞു. അടുത്തത് ചിത്രകലയെ കുറിച്ചിട്ടാണ്. മുഗൾ കാലഘട്ടത്തിലെ പല ചിത്രകലകളെ കുറിച്ചിട്ടുമാണ് ഇവിടെ ചിത്രത്തിൽ കൊടുത്തിട്ടുള്ളത്. ഓക്കെ ആണല്ലോ. രാമായണം, ബൈബിള്, കൊട്ടാര ജീവിതം, പ്രകൃതി ദൃശ്യങ്ങൾ തുടങ്ങിയായിരുന്നു ഈ ചിത്രങ്ങളുടെയൊക്കെ പ്രമേയം എന്ന് പറയുന്നത്. അടുത്തത് സാഹിത്യത്തെ കുറിച്ചിട്ടാണ്. മധ്യകാല ഇന്ത്യയിലെ വാസ്തുവിദ്യ, സംഗീതം, ചിത്രകല എന്നീ മേഖലകളിൽ ഉണ്ടായ വികാസം പോലെ തന്നെ സാഹിത്യവും പുരോഗതി നേടുന്നുണ്ട്. മധ്യകാലഘട്ടത്തിലെ ഇന്ത്യയിൽ രൂപം കൊണ്ട ഭക്തി പ്രസ്ഥാനവും സൂഫി പ്രസ്ഥാനവും അക്കാലത്തെ സാഹിത്യത്തിന്റെ പുരോഗതിയിൽ നിർണായകമായ പങ്കുവഹിച്ചു. എന്താണ് ഭക്തി പ്രസ്ഥാനം, സൂഫി പ്രസ്ഥാനം? എന്താണ് ഭക്തി പ്രസ്ഥാനം എന്നാണ് നമുക്ക് ഈ ബോക്സിൽ കൊടുത്തിട്ടുള്ളത്. നമുക്ക് എന്തായാലും അതെന്താന്ന് നോക്കാം. ദൈവത്തോടുള്ള സ്നേഹവും ഭക്തിയും അടിസ്ഥാനമാക്കി ദക്ഷിണേന്ത്യയിൽ രൂപം കൊണ്ടതാണ് ഭക്തി പ്രസ്ഥാനം. ദക്ഷിണേന്ത്യയിലെ ഭക്തി പ്രസ്ഥാനത്തിനെ നായനാർമാർ, ആഴ്വാർമാർ എന്നീ രണ്ട് വിഭാഗങ്ങൾ ഉണ്ടായിരുന്നു. ഏതായിരുന്നു? നായനാർമാരും ആഴ്വാർമാരും. നായനാർമാർ ശിവഭക്തരും ആഴ്വാർമാർ വിഷ്ണു ഭക്തരുമാണ്. അപ്പൊ നായനാർമാർ ശിവഭക്തരും ആഴ്വാർമാർ വിഷ്ണു ഭക്തരുമാണ്. 14ാം നൂറ്റാണ്ടോടെ ഈ ആശയം ഉത്തരേന്ത്യയിലേക്ക് വ്യാപിച്ചു. പിന്നീട് ഗുരു നാനാക്ക്, കബീർദാസ്, തുളസീദാസ്, സൂർദാസ്, തുക്കാറാം, മീരാബായ്, ചൈതന്യ തുടങ്ങിയവരായിരുന്നു ഈ ഭക്തി പ്രസ്ഥാനത്തിന്റെ പ്രധാന പ്രചാരകരായിരുന്നത്. ഉത്തരേന്ത്യയിൽ ഇവരായിരുന്നു മെയിനായിട്ട് പ്രചാരകരായിരുന്നത്. ഓക്കെ ആണല്ലോ. ഈ ഭക്തി പ്രസ്ഥാനം വന്നതോടുകൂടി കുറേയധികം പ്രാദേശിക ഭാഷകൾക്ക് ഉണർവ് വരികയാണ്. ഭക്തി പ്രസ്ഥാനത്തിലെ കവികളെല്ലാം സാധാരണക്കാരന്റെ ഭാഷയിലാണ് കവിതകൾ രചിച്ചത്. അതുകൊണ്ടായിരിക്കുമല്ലോ ഈ പ്രാദേശിക ഭാഷകൾക്ക് ഇത്രയധികം ഉണർവ് ലഭിച്ചു എന്ന് പറയുന്നത്. അപ്പോ ഇത്തരത്തിൽ വികാസം പ്രാപിച്ച ഭാഷകളാണ് മലയാളം, തെലുങ്ക്, കന്നഡ, മറാത്തി, ഹിന്ദി, ബംഗാളി, ഗുജറാത്തി എന്നിവ. ഇനി എന്താണ് സൂഫി പ്രസ്ഥാനം? നമ്മൾ ഓൾറെഡി എന്താണ് ഭക്തി പ്രസ്ഥാനം എന്ന് പറഞ്ഞു കഴിഞ്ഞു. ആഡംബര ജീവിതത്തെ എതിർക്കുകയും ആത്മീയ ജീവിതത്തിന് പ്രാധാന്യം നൽകുകയും ചെയ്തവരായിരുന്നു സൂഫികൾ. ഇനി ഇവിടെ പറയുന്നത് എന്താണ്? സൂഫി പ്രസ്ഥാനത്തിനെ കുറിച്ചാണ് കേട്ടോ. അപ്പോ ആത്മീയ ജീവിതത്തിന് പ്രാധാന്യം നൽകിയവരാണ് സൂഫികൾ എന്ന് പറയുന്നത്. സൂഫ് എന്ന അറബ് വാക്കിൽ നിന്നാണ് സൂഫിസം എന്ന പദം ഉണ്ടാകുന്നത്. ഖ്വാജ മൊയിനുദ്ദീൻ ചിസ്തി, നിസാമുദ്ദീൻ ഔലിയ തുടങ്ങിയവർ സൂഫി പ്രസ്ഥാനത്തിന്റെ പ്രചാരകരായിരുന്നു. അപ്പൊ ഈ രണ്ട് പോയിന്റ്സ് മാത്രമേ ഈ ഒരു ഇതിൽ നിന്ന് നമുക്ക് ശ്രദ്ധിക്കാനുള്ളൂ. ഇനി ഇക്കാലത്ത് ചില പ്രധാന പ്രാദേശിക ഭാഷകളിൽ ഉണ്ടായിരുന്ന സാഹിത്യകൃതികളും അവയുടെ രചയിതാക്കളുടെ പേരുമാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. ഈ ഒരു ബോക്സിംഗ് അല്ലെങ്കിൽ ഈ ഒരു ഫ്ലോ ചാർട്ട് വളരെയധികം ഇമ്പോർട്ടന്റ് ആണ്. മലയാളത്തിലെ അധ്യാത്മ രാമായണം ആരാണ് എഴുതിയത്? എഴുത്തച്ഛനാണ്. ഹിന്ദിയിലെ രാമചരിത മാനസം എഴുതുന്നത് തുളസീദാസ് ആണ്.
കന്നഡയിലെ വിക്രമാർജുന വിജയം അഥവാ പമ്പ ഭാരതം എന്ന് പറയുന്നത് എഴുതുന്നത് പമ്പയാണ്. മറാത്തിയിലെ മറാത്തി ഭാഗവതം എഴുതുന്നത് ഏക്നാഥ് ആണ്. ഗുജറാത്തിയിലെ ഗുജറാത്തി ഭാഗവതം പ്രേമാനന്ദ. ബംഗാളിയിലെ ബംഗാളി രാമായണം കൃതിവാസ. ഒഡിയയിലെ ഒഡിയ മഹാഭാരതം സരളദാസ. തെലുങ്കിൽ ആരാണ് മഹാഭാരതം എന്ന് എഴുതുന്നത് നന്നയ്യ. തമിഴിലെ ഇരമാവതാരം അഥവാ കമ്പരാമായണം കമ്പർ. അപ്പോ ഈ പറയുന്ന എല്ലാ കാര്യങ്ങളും ഈ ഒരു ഫ്ലോ ചാർട്ടിൽ കൊടുത്തിട്ടുള്ള എല്ലാ കാര്യങ്ങളും വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യമാണ്, ശ്രദ്ധിക്കണം. മലയാളത്തിൽ എന്തായിരുന്നു? അധ്യാത്മ രാമായണം എഴുത്തച്ഛനാണ് എഴുതുന്നത്. ഹിന്ദിയിലെ രാമചരിത മാനസം തുളസീദാസ് ആണ്. കന്നഡയിലെ വിക്രമാർജുന വിജയാണ് പമ്പ അഥവാ പമ്പഭാരതം എന്നും പറയാറുണ്ട്. മറാത്തിയിലെ മറാത്തി ഭാഗവതം ഏക്നാഥ് ആണ്. ഗുജറാത്തിയിലെ ഗുജറാത്തി ഭാഗവതം പ്രേമാനന്ദം. അപ്പൊ ഈ ഒരു ബോക്സ് വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഇതിലെല്ലാം ശ്രദ്ധിക്കേണ്ടതാണ്, ഇമ്പോർട്ടന്റ് ആയിട്ട് ചോദിക്കാറുണ്ട്. ഓക്കെ, ഇതാണ് നമുക്കിതൊരു ടേബിളിലാക്കിയിട്ട് പഠിക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഒരു ഇതോടെ കൊടുത്തിട്ടുള്ളത്. സൂഫി പ്രസ്ഥാനം ഉറുദു ഭാഷയുടെ വളർച്ചയിൽ പ്രധാന പങ്ക് വഹിച്ചു. അറബി, പേർഷ്യ എന്നീ ഭാഷകളും ഇന്ത്യൻ പ്രാകൃത ഭാഷയായ ഗഡിബോലി, ബ്രിഡ്ജ് മുതലായവയും കൂടിച്ചേർന്നുണ്ടായതാണ് ഉറുദു ഭാഷ. എന്താണ്? അറബി, പേർഷ്യ എന്ന ഭാഷകളും ഗഡിബോലി, ബ്രിഡ്ജ് മുതലായ രണ്ട് ഭാഷകളും കൂടി ചേർന്നുണ്ടായതാണ് ഉറുദു ഭാഷ. ഈ രണ്ട് ഭാഷകൾ എന്ന് പറയുന്നത് ഇന്ത്യയിലെ പ്രാകൃത ഭാഷകളായിരുന്നു. സൂഫി പ്രസ്ഥാനം കാരണം ഉറുദു ഭാഷയിലെ വളർച്ചയിലെ പ്രധാന പങ്ക് വഹിച്ചിട്ടുണ്ട്. പിന്നീട് മധ്യകാലഘട്ടത്തിലെ നിരവധി കൃതികൾ പേർഷ്യൻ ഭാഷയിലേക്ക് തർജ്ജമ ചെയ്യുന്നുണ്ട്. ഉദാഹരണത്തിന് മുഗൾ ചക്രവർത്തിയായിരുന്ന അക്ബറിന്റെ കാലത്ത് തർജ്ജമയ്ക്ക് വേണ്ടി ഒരു വകുപ്പ് തന്നെ പ്രവർത്തിച്ചിരുന്നു എന്നാണ് പറയുന്നത്. അതുപോലെ തന്നെ പിന്നെ ഒരു ഇമ്പോർട്ടന്റ് കാര്യം പറയുന്നത് ഉപനിഷത്തുക്കളും അഥർവവേദവും പേർഷ്യൻ ഭാഷയിലേക്ക് തർജ്ജമ ചെയ്തത് ഷാജഹാൻ ചക്രവർത്തിയുടെ മകനായിരുന്ന ദാരാ ഷുക്കോ ആണ്. പിന്നെ ഇന്ത്യയുടെ സംസ്കാരവും വിജ്ഞാനവും അന്യപ്രദേശങ്ങളിലേക്ക് വ്യാപിക്കുന്നതിൽ ഈ പരിഭാഷകൾക്കൊക്കെ പ്രധാന പങ്ക് വഹിച്ചിട്ടുണ്ടായിരുന്നു. ഇത്രയും കാര്യങ്ങളാണ് ഈ ചാപ്റ്ററിൽ മെയിൻ ആയിട്ട് പറയുന്നത്. നമുക്ക് ഈ ചാപ്റ്ററിൽ വരുന്ന വേറൊരു ഫ്ലോ ചാർട്ടിലും കൂടി ഇത് കൺക്ലൂഡ് ചെയ്യാണ്. മധ്യകാല ഇന്ത്യയിൽ ഉണ്ടായിരുന്ന കലയെയും സാഹിത്യത്തെ കുറിച്ചിട്ടാണ് ഈ ചാപ്റ്റർ ഓൾറെഡി പറഞ്ഞിട്ടുണ്ടായിരുന്നത്. നമ്മൾ പല ക്ഷേത്ര നിർമ്മാണ രീതികളെ കുറിച്ച് പറഞ്ഞു. അതുപോലെ തന്നെ വാസ്തുവിദ്യാ രീതിയിലെ സൽത്തനത്ത് മുഗൾ കാലഘട്ടത്തിൽ നിലനിന്നിരുന്നതിനെ കുറിച്ചും ഇൻഡോ ഇസ്ലാമിക് വാസ്തുവിദ്യാ രീതിയെ കുറിച്ചൊക്കെ പറഞ്ഞു. ചിത്രകല, സംഗീതം, സാഹിത്യത്തിൽ ഉണ്ടായിരുന്ന വ്യത്യാസങ്ങൾ, അതിലെങ്ങനെയാണ് പുരോഗതി വന്നത് എന്നൊക്കെ ആയിരുന്നു ഈ ചാപ്റ്ററിൽ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പൊ ഇത്രയാണ് ഈ ചാപ്റ്ററിൽ വരുന്ന വിവരങ്ങൾ. ഈ ക്ലാസ് നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ട് തോന്നുകയാണെങ്കിൽ നമ്മളെ സപ്പോർട്ട് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമന്റ് ചെയ്ത് അറിയിക്കുക. ആൻഡ് താങ്ക് യു. നമുക്ക് ഏതായാലും അടുത്തൊരു ക്ലാസ്സിൽ കാണാം. ഓക്കെ, താങ്ക് യു.